നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിരിയാപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നു. പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. COA മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം COA സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിപാലിക്കുവാനാളില്ല. നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിൽ. സംരക്ഷണ ഭിത്തിയില്ലാത്തത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 4 മുതൽ 14 വരെ. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും. സഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച ദാമോദര ബേക്കൂറിനെ അനുസ്മരിച്ചു. ഉമേഷ് സാലിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ജനുവരി 5-ന്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. ഉപ്പള ശിരിയാപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നു. 35 കോടിയോളം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ബ്രിഡ്ജിന്റെ കരാർ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശിരിയാപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉടൻ യാഥാർത്ഥ്യമാകും. പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി. മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട്, കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. IRDF ഉൾപ്പെടുത്തി നബാർഡിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കിയത്. ഏകദേശം 35 കോടിയോളം രൂപ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ചിലവ് വരും. ദേശീയപാത തലപ്പാടി ചെങ്കള പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന വടകര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കരാർ ലഭിച്ചിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാലങ്ങളായുള്ള ഇരു പ്രദേശത്തുകാരുടെയും സ്വപ്നമാണ് ഇതോടെ പൂവണിയുന്നത്. കുമ്പള, മങ്ങൽപ്പാടി, പുത്തിക, പൈവള്ളിക പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അണക്കെട്ട്. ഈ അണക്കെട്ടിൽ സംഭരിക്കുന്ന വെള്ളം കുടിവെള്ളത്തിനായും കൃഷിവെള്ളത്തിനായും ഈ 4 പഞ്ചായത്തുകളും ഉപയോഗിക്കുന്നുണ്ട്. വളരെ ശക്തമായ ഇടപെടൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പാലം അതുപോലെ തന്നെ അണക്കെട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇതുകൊണ്ട് കുമ്പള പഞ്ചായത്തിലെയും മങ്ങൽപ്പാടി പഞ്ചായത്തിലെയും ജനങ്ങൾക്കുള്ള ജനസഞ്ചാരവും അതുപോലെ തന്നെ കുടിവെള്ളവും കൃഷിവെള്ളവും എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിനുള്ള ഒരു ലഭ്യമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സന്തോഷകരം. കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് 118 മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത്. കുമ്പള, മംഗൽപ്പാടി പഞ്ചായത്തുകളിലെ 1000 ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു. പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കും. 11 മീറ്റർ വീതിയിലായിരിക്കും പാലത്തിന്റെ നിർമ്മാണം. 7.5 മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലായി 1.75 മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഉണ്ടാവും. ഇരു പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട്, പച്ചമ്പള്ള, അടുക്ക, കൽപ്പാറ, ബംബ്രാണ, ഊജാർ, ഉളുവാർ മേഖലകളിലെ നാട്ടുകാരുടെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. COA മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം COA സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K. വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കാഞ്ഞങ്ങാട് മാവുങ്കാൽ നെല്ലിത്തറ IMA ഹാളിൽ പതാക ഉയർത്തിയതിനു ശേഷം മൗനപ്രാർത്ഥനയും നടത്തിയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ ചെയർമാനുമായ K. വിജയകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൻകിട കമ്പനികളോട് മത്സരിച്ചാണ് കേരള വിഷൻ ഇന്ത്യയിലെ തന്നെ മികച്ച കേബിൾ TV ഇന്റർനെറ്റ് സേവനദാതാക്കളായത്. COAയുടെ സംഘടനാ ശക്തിയാണ് ഈ വിജയങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ വെച്ച് കോഴിക്കോട് വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്. കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്, പൊളിറ്റിക്കൽ സംഘടനകളുണ്ട്, മറ്റു സംഘടനകൾ. നമുക്കറിയാം, നമ്മുടെ സംഘടന ഒരു ബിസിനസ് സംഘടനയാണ്, ഒരു സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ
ഒരു സംഘടനയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓരോ സമ്മേളനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുരോഗതിയും അതിൻ്റെ പോരായ്മകളും അത് ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ പ്രയോജനപ്പെടുന്നത്. മേഖലാ പ്രസിഡന്റ് വി സുധീഷ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി മോഹനൻ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി ഗിരീഷ് കുമാർ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ ദിനേശ് പൈ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ശോഭകുമാർ ഓഡിറ്റിംഗ് റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംഘടനാ റിപ്പോർട്ടും സിസിഎൻ ചെയർമാൻ പ്രദീപ് കുമാർ സിസിഎൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാരായണൻ അനുശോചന പ്രമേയവും KBBL ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പദ്ധതിയും അവതരിപ്പിച്ചു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ, കാസർഗോഡ് വിഷൻ സതീഷ് കെ പാക്കം, കാസർഗോഡ് മേഖലാ സെക്രട്ടറി സുനിൽകുമാർ കെ, നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് CP, സംഘാടക സമിതി വൈസ് ചെയർമാൻ P വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം, സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ, അതുവഴി കൂടുതൽ ആനുകൂല്യങ്ങൾ വരിക്കാർക്ക് ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ തുറന്നുവെച്ച റെയിൽവേ ഗേറ്റ് താഴ്ന്നു വീണു. ഇത് രണ്ടാം തവണയാണ് ഗേറ്റ് ഇത്തരത്തിൽ ഇളകി വീണത്. അപകടം ഒഴിവായത് ഭാഗ്യം കൊണ്ടാണെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽ ക്രോസിംഗിൽ വീണ്ടും ഗേറ്റ് ഇളകി വീണു. ചൊവ്വാഴ്ച രാവിലെ ആഡംബര കാറിന് മുകളിലേക്ക് തുറന്നുവെച്ച ഗേറ്റ് പെട്ടെന്ന് താഴ്ന്നു വീഴുകയായിരുന്നു. ഡ്രൈവർ വേഗത്തിൽ ഓടിച്ചു കയറ്റിയതിനാലാണ് കാറിന് കാര്യമായ പരിക്കില്ലാതിരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരവും ഇവിടെ അപകടമുണ്ടായിരുന്നു. തുറന്ന ബീരിച്ചേരി ഗേറ്റിലൂടെ പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള സ്കൂട്ടർ യാത്രികരുടെ ദേഹത്തേക്ക് റെയിൽവേ ഗേറ്റ് പെട്ടെന്ന് താഴ്ന്ന് ആശങ്കയുണ്ടാക്കിയെങ്കിലും ഭാഗ്യം കൊണ്ട് കാര്യമായ പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം പൊട്ടി വീണ സമയത്ത് ടിവിൻ്റെ വേഗത്തിൽ കുറ്റിയുണ്ടായിരുന്നു. കുട്ടിയുടെ തലക്ക് ഹെൽമെറ്റ് ഇല്ലോണ്ട് എന്തോ ഭാഗ്യം, ആ ഗേറ്റിന് താഴെ കുറ്റി എന്തോ ഭാഗ്യം ഹെൽമെറ്റിന് കൊണ്ട് രക്ഷപ്പെട്ടു പോലെ. അല്ലെങ്കിൽ ആ കുറ്റി ഹെൽമെറ്റ് ഇല്ലെങ്കിൽ കുട്ടിയുടെ തലക്ക് തറച്ച് കയറട്ടേന്. അതേപോലെ ഇന്ന് രാവിലെയും ആ ഒരു കാറ് പോകുന്ന സമയത്താണ് ആ സൈഡ് പൊട്ടി വീണത്. ആ പൊട്ടി വീണ് എന്തോ ഭാഗ്യം, കാർ ജസ്റ്റ് പാസ്സായതേ, അല്ലെങ്കിൽ നല്ലൊരു പണി ആ കാറായിരുന്നു കിട്ടട്ടെ. തൃക്കരിപ്പൂർ ഭാഗത്തേക്കുള്ള ഗേറ്റ് പെട്ടെന്ന് താഴ്ന്നു വീണത് യാത്രക്കാരുടെ ഹെൽമെറ്റിന് മുകളിലായതിനാലാണ് ദുരന്തം ഒഴിവായത്. തകരാറിലായ ഗേറ്റ് തിങ്കളാഴ്ച രാത്രി മുതൽ അടച്ചിടുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കാറിന് മുകളിലേക്ക് ഗേറ്റ് താഴ്ന്നതിനു ശേഷം വീണ്ടും അടച്ചിട്ടു. ഇത് തൃക്കരിപ്പൂരിൽ നിന്നും ഇളമ്പച്ചി വഴി പയ്യന്നൂരിലേക്കുള്ള 25-ൽ പരം ബസ്സുകളുടെ ഓട്ടം വഴിതിരിച്ചുവിടാൻ കാരണമായി. തങ്കയം രാമവല്യം വഴിയാണ് ബസ്സുകൾ സർവീസ് നടത്തിയത്. തൊഴിലാളികളെത്തി അറ്റകുറ്റപ്പണികൾ തീർക്കാൻ 4 മണിക്കൂർ എടുത്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗേറ്റ് താൽക്കാലികമായെങ്കിലും തുറക്കാനായത്. മറ്റ് റെയിൽവേ ഗേറ്റുകളിലുള്ളതുപോലെ ഇന്റർലോക്ക് സംവിധാനം ബീരിച്ചേരിയിലുണ്ടെങ്കിലും പകരം തള്ളി നീക്കി ഗേറ്റ് അടച്ചിടാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ടൗണിനോട് ചേർന്നുള്ള വടക്ക് ഭാഗത്ത് തള്ളി നീക്കി അടക്കുന്ന സംവിധാനം ഏർപ്പെടുത്താനാകാത്തത് ഇതുവഴിയുള്ള വാഹനങ്ങളെയും യാത്രക്കാരെയും ചുറ്റിക്കുകയാണ്. കിഴക്ക് കൂലേരിമുണ്ട്യ ലിങ്ക് റോഡും പടിഞ്ഞാറ് റെയിൽ ട്രാക്കുമായതിനാൽ ഇവിടെ ഈ സംവിധാനമില്ല. നിരവധി ബസ്സുകളും 100 കണക്കിന് മറ്റ് വാഹനങ്ങളും കടന്നു പോകുന്ന ബീരിച്ചേരി ലെവൽ ക്രോസിൽ നിരന്തരം ഗേറ്റ് വീണുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ റെയിൽവേ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ജനുവരി 5-ന്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കെട്ടിടോദ്ഘാടനവും പൊതുസമ്മേളന ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് അടിയന്തരാവസ്ഥ സമരഭടന്മാരെ ആദരിക്കും. വൈകുന്നേരം 4 മണിക്കാണ് കെട്ടിടോദ്ഘാടനം. പൊതുസമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ടാർ, ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന തിരുവാതിര, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ് എന്നിവ അവതരിപ്പിക്കും. ജനുവരി 12-ന് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തസേന രൂപീകരണവും നടക്കും. കെട്ടിടോദ്ഘാടനാനുബന്ധമായി ഫെബ്രുവരി 7-ന് 10,000 രൂപ പ്രൈസ് മണിക്കും ട്രോഫിക്കും വേണ്ടിയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരം തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കും. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പരിപാടികൾ തൃക്കരിപ്പൂരിൽ പാർട്ടി നേതൃത്വം കൊടുക്കുന്നുണ്ട്.
അന്ന് വൈകുന്നേരം 4 മണിക്ക് കെട്ടിട ഉദ്ഘാടനത്തിന് ശേഷം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധക്ഷേത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയൊരു പൊതുസമ്മേളനം, ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. വാർത്താ സമ്മേളനത്തിൽ TV ഷിബിൻ, യു രാജൻ, PV വിജയൻ, TV രാജേഷ്, A ഷൈജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചരിത്ര പ്രാധാന്യമുള്ള കാസർഗോട്ടെ നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിൽ. ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നാണ് പരിപാലിക്കുവാൻ ആളില്ലാതെ നശിക്കുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയുടെ ഇരുഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ജലാശയങ്ങളിലൊന്നായ കോവിലകം ചിറ സംരക്ഷണമില്ലാതെ നാശത്തിന്റെ വക്കിൽ. രാജവാഴ്ചയുടെ പ്രതാപകാലത്തിന്റെ നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് നീലേശ്വരത്ത് നാശോന്മുഖമാകുന്നത്. അതിലൊന്നാണ് കോവിലകം ചിറ. ചിറയുടെ 4 ഭാഗവും കാടുമൂടി അരിക് ഇടിഞ്ഞ അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ ചിറയോട് തൊട്ടുരുമി ഇരുഭാഗങ്ങളിലൂടെയും കടന്നു പോകുന്ന റോഡ് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നു. സമീപത്തെ തളയിൽ ക്ഷേത്രത്തിലെ ആറാട്ടിനും പ്രശസ്ത ക്ഷേത്രമായ മന്നംപുറത്തുകാവ് പൂരോത്സവത്തിനും ചിറയിലിറങ്ങി ആചാരകർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ചിറ സംരക്ഷിക്കാനോ നവീകരിക്കാനോ രാജകുടുംബം തയ്യാറാകുന്നില്ല. നഗരസഭ ഉൾപ്പെടെ നിരവധി ഏജൻസികൾ ചിറ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് വന്നെങ്കിലും എങ്ങും എത്തിയില്ല. ഇത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പ്രൊജക്റ്റുമായിട്ട് പല ആൾക്കാരും റോട്ടറി ക്ലബ്ബ് പോലത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കാത്തത് കൊണ്ടും ആണ് ഇതിന് പ്രതിബന്ധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നേരിടുന്നൊരു പ്രധാന പ്രശ്നം ചെയ്തിട്ട് ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമതിലോ അല്ലെങ്കിൽ ഇതിനൊരു വേലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അപകട സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഒരു ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ദൈവാധനം കൊണ്ട് ആ തരത്തിൻ്റെ ആൾ കണ്ടതുകൊണ്ടും പെട്ടെന്ന് രക്ഷപ്പെടുന്ന നടത്തിക്കൊണ്ട് ആർക്കൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ കുറച്ച് വർഷം മുമ്പ് ഒരു ചെറു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വികസന പ്രവർത്തനം നടത്തിയിട്ട് ചുറ്റുഭാഗത്തൊക്കെ കല്ലിട്ട് പാവിയിട്ട് കെട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴ് നമ്മളത് ഇത് മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ നമുക്കൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ടാക്കി പ്രഭാത സവാരിക്ക് വേണ്ടിയിട്ടും പ്രഭാത നടത്തത്തിന് വേണ്ടിയിട്ടും സായാഹ്ന സമാധാനത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാകാൻ പറ്റുന്ന സാധനമാണ്. ഇത് പിന്നെ ശുദ്ധജലത്തിൻ്റെ ഒരു സംഭരണ കേന്ദ്രം കൂടി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫിൽട്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ കുടിനീരാക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ആയിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഈവനിങ് പാർക്ക് ഉണ്ടാക്കാം. ഒരു ചെറിയൊരു വെൽനസ് ക്ലബ്ബ് പോലെയൊക്കെ കുറച്ച് വ്യായാമത്തിനുള്ള ചെറിയ ചെറിയ ഉപാധികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുജനത്തിന് വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. മുൻപ് ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ചിറയിൽ നടത്തിയിരുന്നു. മഴക്കാലത്ത് വെള്ളമുയർന്നു വരുന്നതിനാൽ ചിറ ഏത് വഴി ഏത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് ശുചിത്വം കേരളം പദ്ധതിയുടെ ഭാഗമായി കോവിലകം ചിറ ശുചീകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം നഗരസഭ സർക്കാരിന് പ്രൊജക്റ്റ് സമർപ്പിച്ചെങ്കിലും ചിറയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഉടമസ്ഥാവകാശം ലഭിച്ചാൽ ജലസേചന വകുപ്പും ചിറ സംരക്ഷിക്കാൻ തയ്യാറാണ്. സൗന്ദര്യവൽക്കരണം നടത്തിയാൽ കോവിലകവും അനുബന്ധ ചരിത്ര സ്മാരകങ്ങളും കൂട്ടിയിണക്കിയാൽ ടൂറിസം സാധ്യതകളും വികസിപ്പിക്കാം സാധിക്കും. കാടുമൂടിയ ചിറയിൽ ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാണ്. നഗരസഭയിൽ നിന്ന് ഡ്രൈനേജ് വഴി എത്തുന്ന മാലിന്യങ്ങളും ചിറയിൽ പതിക്കാറുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ ടൗണിലെ ട്രാഫിക് പരിഷ്കരണം ചൊവ്വാഴ്ച മുതൽ നടപ്പിലാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടേതാണ് തീരുമാനം. പുതിയ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ബസ് സ്റ്റാൻഡിൽ കയറി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻവശം കിഴക്ക് പടിഞ്ഞാറ് എന്ന നിലയിൽ ബസ് നിർത്തി ആളുകളെ കയറ്റി സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടി ബസ്സുകൾ പുറത്തു കടക്കണം. ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടില്ല. സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗത്ത് വടക്കേക്കോവൽ റോഡിന് പടിഞ്ഞാറ് ഭാഗത്ത് വില്ലേജ് ഓഫീസ് വരെ സ്വകാര്യ വാഹനങ്ങൾ ഒരു വരിയായി പാർക്ക് ചെയ്യുവാൻ സൗകര്യമൊരുക്കും. ടൗണിലെ ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ ചുമത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളും സംയുക്ത ഓട്ടോ തൊഴിലാളി ബസ് ഉടമ പ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ അധ്യക്ഷത വഹിച്ചു.
അതേസമയം ബസ്സുകൾ കടന്നുപോകുന്ന സ്ഥലത്തല്ലാതെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇരുമ്പ് കസേരകൾ സ്ഥാപിച്ച അധികൃതർ യാത്രക്കാരെ കണക്കിലെടുത്തില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്ന പടിഞ്ഞാറ് ഭാഗത്ത് തണൽ ഉറപ്പുവരുത്തി ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 4 മുതൽ 14 വരെ നടക്കും. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തവണ ഫാം കാർണിവലിൽ എത്തുന്നവർക്ക് നടന്നു കാണുന്നതിനുള്ള ദൂരം മുന്നിലൊന്നായി കുറച്ചതായും വിവിധ വിളകളും വിളകളുടെ ബയോ പാർക്കുകളും മറ്റും അടുത്തടുത്ത് ക്രമീകരിച്ചതായും കേന്ദ്രം അധികൃതർ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനുകളും വ്യത്യസ്ത മേഖലകളുടെ പ്രായോഗിക പരിശീലനങ്ങളും വിത്ത് നടീൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ അനുഭവേദ്യമാകും. കാർണിവലിൽ എത്തുന്നവർക്ക് വിവിധ ശാഖകളുടെ സൗജന്യ ചികിത്സയും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ഫെസ്റ്റുകളിലേതുപോലെ കെട്ടിയൊരുക്കുന്ന സ്റ്റാളിന് പകരം കൃഷിയിടത്തിൽ ലൈവായി പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ ഫാം കാർണിവലിന്റെ സവിശേഷത. 11 ദിവസങ്ങളിലും പരിശീലനമുണ്ട്. എല്ലാ ദിവസങ്ങളിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചന്തയും കാർഷിക സെമിനാറും അഗ്രോ ക്ലിനിക്കും കാർഷിക ഡോക്യുമെന്ററി പ്രദർശനവും സായാഹ്ന കലാപരിപാടികളും നടക്കും. പഴയകാല കാർഷിക ഉൽപ്പന്നങ്ങളും വിത്തുകളും പ്രദർശിപ്പിക്കുന്ന പൈതൃകം സ്റ്റാളും ഫാം കാർണിവലിലുണ്ട്. പരിശീലനങ്ങൾ ഈ 11 ദിവസങ്ങളിലും പരിശീലനങ്ങൾ ലൈവായിട്ടുണ്ടാകും. പരിശീലനങ്ങളിൽ പ്രധാനമായിട്ടും ഇവിടെ സങ്കര ഇനത്തെ എങ്ങനെ ഉണ്ടാക്കുന്ന കാർഷിക ഗവേഷണങ്ങളുണ്ട്, അത് എങ്ങനെ. അപ്പോൾ എല്ലാവർക്കും അത് വേണമെന്ന് വരില്ല. അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും സെക്സ് ചെയ്യുന്ന തരത്തിലായിരിക്കും പരിശീലനങ്ങൾ വെച്ചിരിക്കുന്നത്. അല്ല ബഡ്ഡി ഗ്രാഫ്റ്റിംഗ് പഠിക്കാൻ വേണമെങ്കിൽ അതവിടെ നടന്നു പോകുന്ന വഴികളിലായിരിക്കും ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കുറച്ച് പേർക്ക് ഇപ്പോൾ കോൺ കൃഷിയാണ് പഠിക്കുന്നത്, അതിൻ്റെ പരിശീലനം. വാർത്താ സമ്മേളനത്തിൽ പിലിക്കോട് കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ, പി കെ രതീഷ്, ഡോക്ടർ എ വി മീര മഞ്ജുഷ, കെ സി ജെയ്മോൻ, സാബു ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സവാക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച ദാമോദര ബേക്കൂറിനെ അനുസ്മരിച്ചു. സവാക് സംസ്ഥാന ട്രഷറർ ഉമേഷ് സാലിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സവാക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സവാക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച ദാമോദര ബേക്കൂറിനെ അനുസ്മരിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. സവാക് സംസ്ഥാന ട്രഷറർ ഉമേഷ് ശാലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നരസിംഹ ബള്ളാർ, ഗംഗാധരൻ, ചന്ദ്രഹാസ, ഭാരതി, നരേന്ദ്ര, ദയാപ്രസാദ്, വാസു ബായാർ, ഗോപാലകൃഷ്ണ ബള്ളാർ, ബാലകൃഷ്ണ പൊസലിക്കെ, ദിവാകര, ഹരികാന്ത് തുടങ്ങിയവർ ദാമോദര ബേക്കൂറിനെ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദ്യാവര ദുബായ് കമ്മിറ്റിയുടെയും സ്പോർട്ടിംഗ് ഉദ്യാവര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100 കണക്കിന് പേർ രക്തദാനം നടത്തി. ഉദ്യാവര ദുബായ് കമ്മിറ്റിയുടെയും സ്പോർട്ടിംഗ് ഉദ്യാവര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഉദ്യാവരം കേന്ദ്ര മഹൽ മദ്രസയിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. KMC ബ്ലഡ് ബാങ്ക് മംഗലാപുരത്തിൻ്റെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ 100 കണക്കിന് പേർ രക്തം ദാനം ചെയ്തു. 1000 ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ കരീം ധാരിമി പ്രാർത്ഥന നടത്തി. ജമാഅത്ത് മുദരിസ് അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ ഖാദർ ഫൈസി, മുക്താർ എ, ബാവ ഹാജി, ഇബ്രാഹിം, സൈഫുള്ള മുഹമ്മദ് അറബി, സലീം സന, ഫക്രുദ്ദീൻ സലീം, ഷാക്കിർ പോക്കർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ദുബായ് KMCC മുനിസിപ്പൽ കമ്മിറ്റി കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് TV കൈമാറി. KMCC മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സുഹൈർ യഹിയ തളങ്കര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദിന് TV കൈമാറി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള TV ദുബായ് KMCC കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി നൽകി. കാസർഗോഡ് CH സെന്ററുമായി സഹകരിച്ച് നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജനറൽ ആശുപത്രിയിലേക്ക് TV നൽകിയത്. KMCC മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സുഹൈർ യഹിയ തളങ്കര ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദിന് TV കൈമാറി. ജനറൽ ആശുപത്രി ഫോറൻസിക് സർജൻ ഡോക്ടർ അംജദ് കുട്ടി, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, CH സെന്റർ കോർഡിനേറ്റർ അഷ്റഫ് എടനീർ, നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി, സഹീർ ആസിഫ്, പൊതുപ്രവർത്തകരായ മാഹിൻ കുന്നിൽ, ഹക്കീം മജ്മൽ തളങ്കര, ഫിറോസ് അടുക്കത്ത് ബയൽ, ഹാരിസ് ബെദ്ര, അഷ്ഫാഖ് തുരുത്തി, മുസമ്മിൽ ഫിർദൌസ് നഗർ, ജലീൽ തുരുത്തി, റഷീദ് ഗസാലി നഗർ, അൻവർ പള്ളം, നവാസ് തുരുത്തി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നു. പടന്നക്കാടാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. വാല്യുബിൾ ഇന്ത്യൻ പ്രോപ്പർട്ടി മീഡിയേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പടന്നക്കാട് കാഞ്ഞങ്ങാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ.പി. ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് കാരണം എന്ത് സംഘടന നിങ്ങൾക്കറിയാം, നമുക്ക് എവിടെ പോയി ഇത് പറയണം ഇതിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രസിഡന്റിനെ കുറിച്ച് പറയാൻ ഇന്ന സ്ഥലത്ത് അവരുടെ ഓഫീസുണ്ട്, ആ ഓഫീസിൽ പോയിട്ട് നമുക്ക് പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ മേൽവിലാസമാണ് പടന്നക്കാട് ഇപ്പോഴത്തെ സമയത്തുള്ള നിങ്ങളുടെ ജില്ലാ ഓഫീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിസം എന്നതിലേക്ക് തീർച്ചയായിട്ടും തന്നെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓഫീസുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽഡിൽ അറിയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നുള്ളത് ഒരു മനുഷ്യൻ അവന്റെ ആയുസ് കൊണ്ട് നേടുന്ന ഒരു സാധനമാണ്. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മോഹനൻ വാഴക്കോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എ.വി.എം. ബഷീർ പാലക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വിനോദ് നീലേശ്വരം, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സലാം പടന്നക്കാട്, അബ്ദുൽ ഖാദർ തൃക്കരിപ്പൂർ, മധു ചീമേനി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സ്കറിയ അടുക്കം, സിദ്ദിഖ് ചെറുവത്തൂർ, ജയരാജൻ നീലേശ്വരം എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസമിൽ കല്ലൂരാവി സ്വാഗതവും ജില്ലാ ട്രഷറർ സാബുരാജ് അടുക്കം നന്ദിയും പറഞ്ഞു. പുതുവത്സരാഘോഷം കെങ്കേമമാക്കി കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സ്. ജീവനക്കാർ അവതരിപ്പിച്ച ഫാഷൻ ഷോ അടക്കമുള്ള വിവിധയിനം കലാപരിപാടികൾ ആഘോഷത്തിന് കൊഴുപ്പേകി. പുതുവർഷത്തെ ആവേശപൂർവ്വം വരവേറ്റ് കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ്സ്. ഷോറൂം മാനേജർ മൻസൂർ, ഡയറക്ടറായ ഫൈസൽ കല്ലിൽ, സൂപ്പർവൈസർമാരായ മജീദ് വയനാട്, അഷ്റഫ് കാപ്പാട് എന്നിവർ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച ഫാഷൻ ഷോ അടക്കമുള്ള വിവിധയിനം കലാപരിപാടികൾ ആഘോഷത്തിന് കൊഴുപ്പേകി. HR എക്സിക്യൂട്ടീവ് അഞ്ജലി പരിപാടി നിയന്ത്രിച്ചു. HR അസിസ്റ്റന്റ് റിൻഡ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അനുഭവങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടതെന്ന് പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ കുട്ടികളുമായുള്ള സ്നേഹ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവാംശമുള്ള കഥകൾ വായിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും ചെയ്യണമെന്ന് പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ കുട്ടികളുമായുള്ള സ്നേഹ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ദേശത്തെ, നമ്മുടെ ഈസ്റ്റർ അല്ലെ, അവിടെയാണ് നമ്മൾ മാതാപിതാക്കളോട്, അധ്യാപകരോട് കാണിക്കേണ്ട സ്നേഹം. നമ്മൾ കഥ കേട്ടിട്ടില്ലേ? ഈ എന്താണ്, ഒരു യൂട്യൂബിലൊക്കെ സാധാരണ ഒരു കഥയാണ്. ഞാനത് മലയാളീകരിച്ച് നിങ്ങളോട് പറയാം. അതായത് ഒരു 70 വയസ്സായ ഒരു അച്ഛനാണ്. ഓക്കെ, ഈ അച്ഛനെ തിമിരം ബാധിച്ചിട്ടുണ്ട്, കണ്ണ് ശരിക്ക് കണ്ടുകൂടാ. അച്ഛനൊരു മകനാണ്, ഭാര്യ മരിച്ചുപോയി. ആ മകനാണെങ്കിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യണം. അവൻ ഭയങ്കര തിരക്കുള്ള ഒരു മകനാണ്, ഓഫീസറാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛനിങ്ങനെ ഉമ്മറത്ത് ഇരിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ മുന്നിൽ ഒരു കൊമ്പ് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ഈ കൊമ്പിൻ്റെ മുകളിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടു. അച്ഛൻ അകത്തേക്ക് നോക്കി വിളിച്ചു, വിവേക് എന്ന് വിളിച്ചു. വിവേകാണെന്ന് വിചാരിച്ചോളൂ, മകൻ്റെ പേര് വിവേക് എന്ന് വിളിച്ചു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കുമ്പോഴാണ് പഠനം ക്രിയാത്മകമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നത് 4-ൽ 1 മാത്രം അവനിൽ നിന്ന് പഠിക്കണം. അതിന് ജീവാംശമുള്ള കഥകൾ വായിക്കണം. മാതാപിതാക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പഠിക്കുകയും ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സ്കൂൾ മാനേജർ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ വേണുനാഥൻ സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഗോപി മുളവന്നൂർ നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൗൺസിൽ അംഗീകാരമുള്ള 27 ഗ്രന്ഥാലയങ്ങൾക്കും 13 സ്കൂളുകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇ. ചന്ദ്രശേഖരൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുസ്തക വിതരണം നടത്തിയത്. വായനാശാലകളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ ലൈബ്രറി കൌൺസിൽ അംഗീകാരമുള്ള 27 ഗ്രന്ഥാലയങ്ങൾക്കും 13 സ്കൂളുകൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഇ. ചന്ദ്രശേഖരൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ഉപയോഗിച്ച് 10,000 രൂപ വീതം വില വരുന്ന പുസ്തകങ്ങളാണ് 40 ഗ്രന്ഥാലയങ്ങൾക്ക് വിതരണം ചെയ്തത്.
അക്ഷരപുരകളിലേക്ക് അക്ഷയദാനങ്ങൾ എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ TP ബാലാദേവി KAS മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ ബിൽത്തക് അബ്ദുള്ള, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ശ്രീലത, സ്ഥിരം സമിതി അധ്യക്ഷരായ K ലത, K പ്രഭാവതി, വെളരിക്കുണ്ട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജോസ് സെബാസ്റ്റ്യൻ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് CV വിജയരാജ് എന്നിവർ സംസാരിച്ചു. വെളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി AR സോമൻ സ്വാഗതവും K പത്മനാഭൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷിറിയാപുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നു. പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. COA മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം COA സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും സിഡ്കോ പ്രസിഡന്റുമായ K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിപാലിക്കുവാനാളില്ല. നീലേശ്വരം കോവിലകം ചിറ നാശത്തിന്റെ വക്കിൽ. സംരക്ഷണ ഭിത്തിയില്ലാത്തത് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 4 മുതൽ 14 വരെ. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും. സഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച ദാമോദര ബേക്കൂറിനെ അനുസ്മരിച്ചു. ഉമേഷ് സാലിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ജനുവരി 5-ന്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.